ഇത്തവണയെങ്കിലും കണ്ടുപിടിക്കുമോ? ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് സിനിമ, ഇറ്റ്സ് ബിക്കോസ് ഐ ഹവ് ഓൾവേസ് ബിൻ ഡൗട്ട്ഫുൾ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ഈ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ഹാവ് യു ഡൺ എനി ഓഫ് ദോസ് കൈൻഡ് ഓഫ് പാർട്ട് ടൈം ജോബ്സ്? ഇവിടെ അങ്ങനെ ഒരാൾ പോയി അപ്പൊ തന്നെ പോലീസിൽ അന്വേഷിച്ച് ഇതങ്ങനെ ഒരു കത്തയക്കുന്നു, ഇനി എന്നെ അന്വേഷിക്കണ്ട, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു ബാഗ് എടുത്ത് പോവാണ്. എനിക്കൊരു ജോലി കിട്ടി, അവിടെ ഒരു സാലഡ് ബാറിലായിരുന്നു, സർവീസസ് മേക്കിംഗ് സാലഡ്. അതൊക്കെ ഒരു 2 months ചെയ്തു. എനിക്ക് എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടം. ഫോർ മീ ഇറ്റ് ഈസ് എ ബിഗ് സാക്രിഫൈസ് ടു ആസ്ക് മൈ യംഗർ ബ്രദർ, എനിക്ക് വേണ്ടി മാർത്തരാവോ എന്നുള്ള പോലെ. കഴിഞ്ഞ ദിവസം എന്തോ ഒരു പോസ്റ്റ്, ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ, ന്യൂസ് ആർട്ടിക്കിൾസ്, അതിൻ്റെ താഴെ ഒരാൾ ഭയങ്കര മോശമായിട്ട് എഴുതിയിരിക്കുന്നു. സംതിങ് റോങ് വിത്ത് പീപ്പിൾ അല്ലേ? അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിലോ തലയ്ക്കോ ഒക്കെ. പക്ഷെ എന്നാലും ഒരു കുഞ്ഞ് നെഗറ്റീവ് വന്നാലും നമ്മൾ ഈ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം മറന്നു പിന്നെ ആ നെഗറ്റീവിലായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. എൻ്റെ പേരൻസിന് ഞാൻ കല്യാണം കഴിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. ബിക്കോസ് ദേ ഫീൽ ചെറുപ്പം മുതലേ അവർ ഒരുപാട് ഫ്രീഡം തന്നാണ് എന്നെ വളർത്തിയത്. 18 കഴിഞ്ഞപ്പം അവരുടെ നല്ല ഫ്രീഡം, ഐ എം ഓൺ മൈ ഓൺ. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചെന്ന് കയറുന്ന വീട്ടിൽ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യും, എനിക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം എനിക്ക് അപ്പം കിട്ടില്ല എന്നാണ് അവരുടെ മനസ്സിൽ. ഇത്ര നല്ലതാണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ എന്തെങ്കിലും ദേ സ്റ്റാർട്ട് പിക്കിങ് ഓൺ യു. അപ്പൊ പിന്നെ വളരെ എൻജോയ്ഡ് ഈ ഒരു സീരീസ് ഓഫ് ഇന്റർവ്യൂസ് ഒക്കെ സോഫാർ നല്ലതായിരുന്നു. ഇനിയിപ്പം പടം കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ പറ്റും. ചില സമയങ്ങളിൽ ചില ഇന്റർവ്യൂസ്, ചില ചോദ്യങ്ങളിൽ. അതെ 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 അല്ല, എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അവര് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ചോദിച്ചു എന്ന് പറഞ്ഞില്ല, എന്താണ് ഐ വോണ്ട് ടു നോ അബൌട്ട് യു, വാട്ട് ആർ യു. അതൊരു ശരിക്കും ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക്, നമ്മളിപ്പോൾ വളരെയധികം കണ്ടുവരുന്നൊരു കാര്യം ലിവിങ് ടുഗെദർ. വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ദാറ്റ്? On living together, I think it's a good thing. People are living together. So fun fact, എനിക്കറിയില്ല, ഇത് ഇന്റർവ്യൂസിൽ പറയുമ്പോൾ എന്താ പ്രശ്നം അറിയോ, ആൾക്കാർ ഇത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് ഈ ലൈൻ മാത്രം എടുത്ത് ന്യൂസ് ആക്കും. ബട്ട് ഇറ്റ്സ് എ കോൺവെർസേഷൻ. ഇത് എത്തുന്ന ചില നല്ല ആൾക്കാരെങ്കിലും ഇത് കേൾക്കട്ടെ. എൻ്റെ പേരൻസിന് ഞാൻ കല്യാണം കഴിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. ബിക്കോസ് ദേ ഫീൽ ചെറുപ്പം മുതലേ അവർ ഒരുപാട് ഫ്രീഡം തന്നാണ് എന്നെ വളർത്തിയത്. 18 കഴിഞ്ഞപ്പം അവരുടെ നല്ല ഫ്രീഡം, ഐ എം ഓൺ മൈ ഓൺ. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചെന്ന് കയറുന്ന വീട്ടിൽ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യും, എനിക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം എനിക്ക് അപ്പം കിട്ടില്ല എന്നാണ് അവരുടെ മനസ്സിൽ. അത് അവർ വളർന്നു വന്ന അവർ എക്സ്പീരിയൻസ് ചെയ്ത സാഹചര്യങ്ങളും കൊണ്ടായിരിക്കും. സോ ദേ ഡോണ്ട് വാണ്ട് മീ ടു ഗെറ്റ് മാരിഡ്. ദേ വെരി ഹാപ്പി ഇഫ് ഐ ഫൈൻഡ് എ പാർട്ണർ ആൻഡ് ജസ്റ്റ് ലിവ് വിത്ത് ഹിം. പക്ഷേ വൺ ഡേ ഇഫ് ഐ സേ എനിക്ക് കല്യാണം കഴിക്കുന്ന പറഞ്ഞാൽ അവർ നല്ലതായിട്ട് കൂടെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ അവരൊരു സ്റ്റാൻഡസ് ദേ ഡോണ്ട് വാണ്ട് മീ ടു ഗെറ്റ് മാരിഡ്. സോ ഐ ഹാവ് ബിൻ റേസ്ഡ് വിത്ത് ദിസ് ഹോൾ കോൺസെപ്റ്റ് ഓഫ് ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കുക, ജസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ, ലിവ് വിത്ത് ദാറ്റ് പേഴ്സൺ. ഇഫ് ദാറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട്, റെസ്പെക്ട്ഫുള്ളി വാക്ക് ഔട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ ഇത് ചെയ്യുന്നു. ഐ ഹാവ് നോട്ട് റിയലി ഡിസൈഡഡ് എന്ത് വേണം എനിക്കുള്ളത് എന്നുള്ളതുകൊണ്ട്. പ്ലാൻസ് ഒന്നുമില്ല അല്ലേ? ഇപ്പോൾ ലൈക്ക് ഐ സെഡ്, ഞാൻ കരിയർ എൻജോയ് ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു വാശിയും ഭയങ്കര ഒരു ഫയർ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. കരിയർ എങ്ങനെ പോവും, പിന്നെ നല്ല സുഹൃത്തുക്കളുണ്ട്, സ്നേഹിക്കാനും സ്നേഹം തരാനും ഒക്കെ നല്ല ആൾക്കാരുണ്ട്. സോ ലൈഫ് ഇസ് ഓക്കെ, അങ്ങനെ അങ്ങ് പോട്ടെ. സിനിമയാണോ മുന്നോട്ട് കരിയർ ആയിട്ട്? ഇപ്പോൾ പറഞ്ഞ കരിയർ എന്ന് പറഞ്ഞാൽ സിനിമയാണോ, or is it based on your academics? ഏതിലേക്കായിരിക്കും കൂടുതൽ അറ്റൻഷൻ? സിനിമ ഉണ്ടാവും ഇനി അങ്ങോട്ട് കുറച്ച് വർഷത്തേക്കെങ്കിലും. സിനിമയോടൊരു ഒരു ഡബിൾ എഫേർട്ട് അതിൽ പോവും. പക്ഷേ ഓൾസോ കരിയർ ഡെവലപ്മെൻറ്റ് വർക്ക് ഇസ് വെരി ബ്രോഡ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പറഞ്ഞ ഓരോ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ട് മെസ്സേജ് വരുമ്പോൾ ഞാൻ ഹാപ്പിലി ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ഓൺ എ കോൾ. അപ്പോൾ അവർക്ക് എന്താ പെട്ടെന്ന് തന്നെ കോൾ ചെയ്യുന്നതെന്നുള്ളത്, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ. സോ അതെനിക്ക് ഫ്രീലാൻസ് ആയിട്ടും ഐ കൻ ഇൻവോൾവ്. പിന്നെ നമ്മൾ ഈ മീഡിയയിലുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് റിലേറ്റഡ് പ്രോഗ്രാംസിനൊക്കെ നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കും, അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാനതിങ്ങനെ ചെറിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. ബട്ട് സിനിമയ്ക്കായിരിക്കും കുറച്ച് വെയിറ്റേജ് കൂടുതൽ. ഞാൻ എസ്തറിൻ്റെ കയ്യിൽ ഓക്കെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായി സ്പെൻഡ് ചെയ്യാനുള്ളൊരു ടൈമിൽ ഇരിക്കുവാണെങ്കിൽ ഒരു 1.5 ലക്ഷത്തിൻ്റെ ഒരു ബാഗൊക്കെ മേടിക്കുമോ? വെറുതെ ഇരിക്കുമ്പോഴോ? അല്ല, മീൻസ് ഐ മീൻ ലൈക്ക് വാങ്ങാവുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരു 1.5 ലക്ഷത്തിൻ്റെ ബാഗ് എന്നാൽ ഞാൻ പോയി മേടിക്കാം, അങ്ങനെ ചിന്തിക്കുന്ന. ഐ എം നോട്ട് ആസ്കിങ് വാങ്ങുമോ അങ്ങനത്തെ അല്ല. ഐ വോണ്ട് ടു നോ യുവർ പെർസ്പെക്റ്റീവ്. ആ ഒരു മെറ്റീരിയലായ സാധനങ്ങളോടോ? മെറ്റീരിയലായ സാധനങ്ങളോട് ഇഷ്ടമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വളരെ മൂഡ് ബേസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഇതിലല്ല ജീവിക്കുന്ന ഒരാളല്ല. മനസ്സിലായി. ഫോർ മീ ഐ വോണ്ട് ടു ബി റിച്ച്. പക്ഷെ അതെന്തിനാണെന്നറിയോ, ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഐഡ് ലൈക്ക് ടു ഹാവ് എ ലോട്ട് ഓഫ് കിഡ്സ്. സോ ഞാൻ ആലോചിക്കുന്ന ഇനി അങ്ങോട്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുന്ന അതിനകത്ത് ഒരു 6.5 കോടി എന്തോ വേണം ഒരു കുട്ടിയെ ചെറുതിൽ നിന്ന് ഒരു കോളേജ് വരെ എത്തിക്കുക എന്നുള്ളതാണ് പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് സിറ്റിയിൽ. ഐ ഹോപ്പ് മൈ സ്റ്റാറ്റിസ്റ്റിക്സ് റൈറ്റ്, ഫിഗേഴ്സ് കുഡ് വെരി. അപ്പം 5 പിള്ളേർ വേണം, അത്രയും കാശും വേണം.
അപ്പൊ അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ നല്ലതായിട്ട് വളരാൻ ഐ വുഡ് ലൈക്ക് ദാറ്റ് ഫാമിലി ആൻഡ് ലൈക്ക് ആ ഒരു ഇതിലാലേക്കും ഐ വോണ്ട് ടു ബി റിച്ച്. ബാഗൊക്കെ വേണമെന്ന് വെച്ചാൽ ഇപ്പം ഇന്നിപ്പോൾ ഒരുപാട് കാശുണ്ട്. ഐ സീ സംതിങ് ഫാൻസി ഓൺ ദി ഇന്റർനെറ്റ് ആൻഡ് ഐ വോണ്ട് ബൈ ഇറ്റ്, ഐ ബൈ ഇറ്റ്. പക്ഷെ അതിനുവേണ്ടി നടക്കുന്ന ഒരാളല്ല ഞാൻ. ഇങ്ങനെ എനിക്കിത് മേടിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളായിരിക്കും എൻ്റെ ഐഡന്റിറ്റി എന്ന് എനിക്കില്ല. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വായിച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് അവർ പറഞ്ഞു മിഡിൽ ക്ലാസ് എന്ന് വന്ന ഒരു പ്രത്യേകതയായിരിക്കും. ഐ എം നോട്ട് ഗോയിങ് ടു ബി സംബഡി ഹൂ ഒരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ചേരണമെങ്കിൽ എനിക്ക് ഇന്ന ബാഗ് വേണം, ഇന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ എനിക്കതിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പിലി വാക്കിംഗ് ഔട്ട്. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. അതിനപ്പുറത്ത് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടിട്ടുള്ള സൗഹൃദങ്ങളും സൊസൈറ്റിയിലെ പൊസിഷനും മതി എനിക്കെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ദാറ്റ് ഓൾസോ ഡസൻ മീൻ ഞാൻ അങ്ങനത്തെ എക്സ്പെൻസസ് സാധനം മേടിച്ചിട്ടില്ല എന്നല്ല. വല്ലപ്പോഴൊക്കെ മേടിക്കും. പിന്നെ ആലേക്ക് ദൈവമേ 3 മാസത്തെ വാടകയാണല്ലോ, ഇതെന്തിനാ ഞാൻ സ്പെൻഡ് ചെയ്തതെന്ന് ആലേക്കും. സോ ബട്ട് ഐ എം ഹാപ്പി വെനെവർ ഐ ലുക്ക് അറ്റ് ഇറ്റ്. ഐ എം ലൈക്ക് ദിസ് ഇസ് എ നൈസ് ബാഗ്. ചിലപ്പം സംടൈംസ് നമുക്ക് തന്നെ നമ്മളോട് ഒരു അപ്രിസിയേഷൻ കൊടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ചിലപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ ഐ എം ഓക്കെ. പീപ്പിൾ ഷുഡ് അൾട്ടിമേറ്റ്ലി ഡു വാട്ട് ദേ ഫീൽ ലൈക്ക്. എന്ന് വെച്ചിപ്പം ഇതിനു വേണ്ടി അവരുടെ ലൈഫിലെ സേവിങ്സും ഇത് മൊത്തം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. കല്യാണങ്ങൾ ഇപ്പോൾ കണ്ടില്ല, എല്ലാ ഇന്റർനെറ്റിലെ കല്യാണങ്ങൾ കണ്ടിട്ട് മിഡിൽ ക്ലാസ്സിലെ സാധാരണ ആൾക്കാർ ലോൺ എടുത്താണ് പലപ്പോഴും കല്യാണം നടത്തുന്നത്. ദാറ്റ് മേക്സ് മീ ലിറ്റിൽ സാഡ് ആൻഡ് അപ്സെറ്റ്. ബിക്കോസ് നമുക്ക് സന്തോഷം വരേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത്രയും വലിയൊരു ഡെറ്റ് എടുക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ബട്ട് യു ഡു യു. ദാറ്റ് ഇസ് മൈ അൾട്ടിമേറ്റ് ടേക്ക് ഓൺ ഇറ്റ്. So I don't know whether I should be asking you this, but no problem, shoot. Yeah. Are you single? In that case, I can ask the next question. What are you looking up to in a man? ടഫ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഞാൻ 18 ആയിരുന്നപ്പോൾ ഉള്ള ഒരു ഫീലിംഗ് അല്ല ഇപ്പോൾ 25, 24 എനിക്ക് ഫീൽ ചെയ്യുന്നത്. അന്നൊക്കെ എൻ്റെ മനസ്സിലെ ഒരു എന്താ പറയുക പ്രിൻസ് ചാമിങ് ആയിരുന്നു. നമ്മളെല്ലാ രീതിയിലും അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന ഇത്. പക്ഷേ ഇൻ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഐ റിയലൈസ്ഡ് ഫോർ മീ ഇറ്റ് ഷുഡ് ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതായത് സംബഡി ഹു ഗെറ്റ്സ് മീ ആൻഡ് നമ്മളുടെ തമാശകൾ മനസ്സിലാവുന്ന, നമ്മുടെ കംഫർട്ടൊക്കെ മനസ്സിലാവുന്ന ഒരാൾ. പക്ഷെ എല്ലാ മനുഷ്യർക്കും വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, മോസ്റ്റ്ലി റെസ്പെക്റ്റ്. അപ്പം ഞാൻ ഇതിനൊക്കെ ഒരൊറ്റ ടേമിലേക്കാണ് ആക്കിയിരിക്കുന്നത്. ഫോർ മീ ലവ് ഇസ് ഗോയിങ് ടു ബി ഫ്രണ്ട്ഷിപ്പ്. ലവ് ഇസ് ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ ഏറ്റവും അടുത്ത ആളായിരിക്കണം എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റിനും, ഞാനും അത് ജഡ്ജ് ചെയ്ത് പറയുന്നതല്ല, പക്ഷെ പൊതുവെ പണ്ട് കണ്ടിരുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഫിലോസഫി അല്ല പ്രണയത്തിനൊക്കെ ഇപ്പം കാണുന്നത്. വാട്ട് യു തിങ്ക് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് ഇൻ ദാറ്റ് കേസ്? ആരും അതിനെ ഒത്തിരി വാല്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നു. സോ വാട്ട് യു തിങ്ക്? അങ്ങനെ ഒരു കാര്യമുണ്ടോ? നോട്ട് റിയലി. ഐ മീൻ എനിക്കറിയില്ല. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നതിന് അതിനെ വർഷങ്ങൾ, ഞങ്ങൾ ഒരുപാട് വർഷം ഒരുമിച്ചായിരുന്നു എന്നുള്ളതാണോ അതിൻ്റെ ഒരു വാല്യൂ നിശ്ചയിക്കുന്നത്? അതോ ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു വർഷത്തിൽ വി ഹവ് ബിൻ വെരി റെസ്പെക്ട്ഫുൾ, വി വെരി നൈസ് ടു ഈച്ച് അതർ എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്? അങ്ങനെ പല പല ഫാക്ടേഴ്സ് ആയിരിക്കും. എനിക്കൊന്ന് ഇപ്പോൾ ഉള്ള ജനറേഷനിൽ പീപ്പിൾ റിയലി ഡോണ്ട് ടോളറേറ്റ് ഡിസ്റെസ്പെക്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ അബ്യൂസ് കാര്യങ്ങളൊന്നും ആളുകൾ, അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ടോളറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസിലി, പിന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സും കുറച്ചുകൂടി ഈസിയായി. അതുകൊണ്ട് അങ്ങനെ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവില്ല. ബ്രേക്കപ്പ് കുറച്ചുകൂടി നോർമലൈസ്ഡ് ആയി. അതായിരിക്കും ചിലപ്പോൾ ആളുകളുടെ കണ്ണിൽ ഇത് പഴയ ഒരു ഡെപ്ത് ഒന്നും ഇല്ല ഇപ്പോഴത്തെ പ്രണയങ്ങൾക്ക് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് രണ്ട് രീതിയിലും കാണും. ഇപ്പം എൻ്റെ അമ്മയൊക്കെ പറയും, എൻ്റെ അമ്മയപ്പയും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. കത്തുകളിലൂടെ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിക്കാനായിട്ട് എന്താ പറയുക, ലൈനൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അവർ ഫോൺ വിളിക്കുന്നത്. ഇന്നൊന്നും അങ്ങനെ ഇല്ലല്ലോ, ഇന്നിപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ കിട്ടുമല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് ഈ പുതിയ ജനറേഷൻ്റെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ബ്ലൂ ടിക്ക് വന്നു എന്നിട്ട് റിപ്ലൈ ഇല്ല. കാലഘട്ടം മാറുമ്പം നമ്മളെ സംബന്ധിച്ച് അതാണ് നമ്മുടെ ടെൻഷൻ. മറ്റേത് കത്ത് കിട്ടിയോ എന്നുള്ളൊരു ടെൻഷൻ. ഇതിപ്പോൾ ബ്ലൂ ടിക്ക് വന്നിട്ടും റിപ്ലൈ വരാത്ത എന്താണ് എന്നുള്ളതായിരിക്കും. സോ ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. ബട്ട് എൻഡ്യൂറൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മെയിൻലി പണ്ടുള്ളവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഇത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഉള്ളവർ സഹിക്കുന്നില്ല, അത് വേണം തോന്നിയിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജനറേഷനോട് അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഏത് രീതിയിലും നമ്മൾ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരുടെ ഒരു തിയറി. വാട്ട് ഡു യു തിങ്ക്? സോ ഫോർ മീ ഇറ്റ്സ് നോട്ട് ദാറ്റ്. എനിക്കങ്ങനെ സഹിച്ചും ക്ഷമിച്ചും എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഹാപ്പി അല്ല. എനിക്കുള്ളത് ഇപ്പം നമ്മൾ 10 വർഷമാണെങ്കിലും 1 വർഷമാണെങ്കിലും ഉള്ള സമയത്ത് നമ്മൾ സ്നേഹത്തോടും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ടും നിൽക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. ബിക്കോസ് ഒരു ലൈഫല്ലേ ഉള്ളൂ. നമ്മൾ അങ്ങനെ, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി വർത്ത് ഇറ്റ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ പണ്ടുള്ളവരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ കല്യാണം കഴിച്ചു, കുട്ടികളായി,
ഇനിയിപ്പം എന്ത് വന്നാലും കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികളുടെയൊക്കെ ലൈഫ് സാഡായിരുന്നു. കാരണം ഈ പേരൻസ് അടി ഉണ്ടാക്കുന്നൊക്കെ കണ്ടും ഒക്കെയാണ് അവർ മിക്ക ആൾക്കാരും ചോദിക്കുമ്പോൾ അവർ പറയും കല്യാണം വേണ്ട, അയ്യോ എൻ്റെ അപ്പനും അമ്മേനെ പോലെ ആണെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ഫോർ മീ എസ്പെഷ്യലി ഇഫ് യു ഹവ് കിഡ്സ് only stay if you're happy with each other. Because എനിക്കെപ്പോഴും ആലോചിക്കും എൻ്റെ പേരൻസ് ഒക്കെ അത്യാവശ്യം ലവി ഡവി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത് കണ്ടാൽ ഞാൻ വളർന്നത്. അപ്പം നമുക്കും മനുഷ്യരോട് അങ്ങനെ ലവി ഡവി ആയിട്ട് നിൽക്കാൻ തോന്നും. സ്നേഹത്തിനോട് ഒന്നും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ലവ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. സോ ഇഫ് യു ഹാവ് വൺ ലൈഫ് ജസ്റ്റ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഡോണ്ട് ട്രൈ ടു പുൾ ഈച്ച് അതർ ഡൗൺ, ഡോണ്ട് ട്രൈ ടു അറ്റാക്ക് ഈച്ച് അതർ. അവരവരുടെ ഗ്രോത്തിനെ എന്താ പറയുക പൊട്ടിച്ച് കളയാതിരിക്കാൻ നോക്കുക. നമ്മുടെ ലൈഫ് നന്നായിട്ട് ലിവ് ചെയ്യുക, മറ്റുള്ള ആളുടെ ലൈഫ് നമ്മൾ അതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഫോർ മീ ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷെ അത് കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പറയാം. കാരണം അപ്രോച്ചുള്ള ഒരാൾ അല്ലേ. അതെ, പിന്നെ വേറെ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും നമ്മളും മറ്റ് പാർട്ട്ണറും വരുന്നത്. അവരുടെ ശരികളായിരിക്കില്ല നമ്മുടെ ശരി, അവരുടെ ഫാമിലി ട്രഡീഷൻസ് ആയിരിക്കില്ല നമ്മുടെ. അപ്പം ഇതൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ എത്ര നാൾ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റുമോ പോവുക. ഒരു പരിധിവരെ നമ്മൾ ഗിവ് ആൻഡ് ടേക്ക്, ക്ഷമിക്കുക, അതൊക്കെ ചെയ്യേണ്ടി തന്നെ വരും എന്നെനിക്ക് തോന്നുന്നു. ബട്ട് ദർ ഷുഡ് ബി എ ലിമിറ്റ്. നമുക്കൊക്കെ പേഴ്സണലി ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, ഇത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ, ഇത് കഴിഞ്ഞാൽ പറ്റില്ല എന്നാണെങ്കിൽ walk away. Just don't it's very sad, but people walking away from a relationship with so much hate and like ദേഷ്യവും അവരെ കണ്ണിൽ കണ്ട് നോക്കാൻ പറ്റില്ല, അതൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമാണ്. അതിന് മുന്നേ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. എന്തിനാണ് മനുഷ്യർക്ക് ഇങ്ങനെ വേറെ മനുഷ്യരോട് ദേഷ്യവും വിഷമവും ഒക്കെ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അത് ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം, ഒരാൾ ഫോർഗിവ് ചെയ്യാത്തതുകൊണ്ടല്ല കേട്ടോ, മറ്റേ ആൾ അതിനനുസരിച്ചുള്ള ക്രൂരത ചെയ്തിട്ടും ഉണ്ടാവും. സോ ഇറ്റ്സ് ബിഗർ ദാൻ മീ. What is your idea of feminism? Feminism is, so I think about it, അതും ഇങ്ങനെ ഒരു ഇവോൾവിങ് കോൺസെപ്റ്റ് ആണ്. സോ എനിക്ക് ഫെമിനിസം എന്ന് പറയുന്നത്, എനിക്ക് മുന്നേ വന്നു പോയിട്ടുള്ള സ്ത്രീകൾ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ ഫോർ മീ ഫെമിനിസം അബൌട്ട് ഗിവിങ് ബാക്ക് ടു ദെം ആൻഡ് ഫോർ മൈ ഫ്യൂച്ചർ ജനറേഷൻ. അപ്പം ഐ ഡോണ്ട് വാണ്ട് ടു സിറ്റ് ഹിയർ ആൻഡ് സേ ദാറ്റ് ഫെമിനിസം ഒക്കെ എന്ത്, അല്ലെങ്കിൽ അത് ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു പ്രിവിലേജ് പൊസിഷന്. അതിന് കാരണക്കാരായ ഒരുപാട് സ്ത്രീകളുണ്ട്, അവരുടെ ഫൈറ്റ്സ് ഉണ്ട്, അവരുടെ ശബ്ദങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എനിക്കത് അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി വരുന്ന അടുത്ത തലമുറയ്ക്കും ഇത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യും. ഫോർ മീ ദാറ്റ് ഇസ് ഫെമിനിസം. That's simple. And what is your contribution towards that? What do you think? What do you think? Very tricky question. എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ എൻ്റെ ഈ പറയുന്ന പോലെ ഞാൻ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഈവൻ ഇഫ് ദേ തിങ്ക് അവർ വർഷങ്ങളായിട്ട് വിശ്വസിച്ച് വന്നിരുന്ന ഒരു കാര്യം അത് ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ പറയുന്നതിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റണം, ഓക്കെ അത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഐ ഷുഡ് മേക്ക് വേ ഫോർ മൈ സിസ്റ്റർ ഓർ മൈ മദർ ഓർ മൈ ഗേൾ ഫ്രണ്ട് എന്ന് ഫീൽ ചെയ്യുന്നത് തന്നെ ഒരു സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണം. ഈ പറയുന്ന പോലെ വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല പുറത്തെ ആൾക്കാർക്ക് കാണാൻ പാകത്തിന്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഐ ഹവ് ഹാഡ് മൈ ഫ്രണ്ട്സ് കം അപ്പ് ടു മീ ആൻഡ് സേ എസ് എന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് യു ഹാവ് യു ഹാവ് ഇൻസ്പയർഡ് മീ അറ്റ് വൺ പോയിന്റ് എന്ന് പറഞ്ഞ ഒത്തിരി നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അത് പെൺകുട്ടികളും ആൺകുട്ടികളും. അപ്പം ഫോർ മീ ദാറ്റ് ഇസ് ഫെമിനിസം. ബിക്കോസ് ഐ ഓൾസോ ഫീൽ മെൻ ആർ ഓൾസോ ട്രാപ്ഡ് ഇൻ ഈ പറഞ്ഞ പേട്രിയാർക്കി. അതും അവർ തിരിച്ചറിയുന്നതാണ് ഫെമിനിസത്തിൻ്റെ ഒരു ഭാഗമാണത്, ആണുങ്ങൾ അത് തിരിച്ചറിയാന്നുള്ളത്. അപ്പം സോ ഫോർ മീ ഇറ്റ് ഈസ് ഓൾസോ ട്രൈങ് ടു ഹോൾഡ് എവറിബഡി ടുഗെദർ. ബട്ട് ഐ ഡെഫിനറ്റ്ലി ഹാവ് എ ബയസ് ടുവേർഡ്സ് മൈ ഗേൾസ് ഓർ വിമൻ ഉണ്ട്. അതെപ്പോഴും അവരെ കുറച്ചും കൂടെ സോഫ്റ്റ് കോർണർ ചെയ്യാന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉണ്ട്. അത് ഫെമിനിസത്തിൻ്റെ നല്ല വശമാണോ മോശം വശമാണോ എന്നൊന്നും എനിക്കറിയില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് മീ. ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് പറയുക, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഈസ് മിസ്യൂസ്ഡ് ഓൾസോ ബൈ വിമൻ ദംസെൽസ്. ഞാൻ ഒരുപാട് സ്ത്രീകൾക്ക് അത് ഉപകാരമാവാറുണ്ട്. അവരുടെ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് സർവൈവ് ചെയ്യാനും ഒക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് മിസ്യൂസ്ഡ് ഇൻ എ വെരി ബാഡ് വേ ബൈ ദ സെയിം വിമൻ അല്ലേ. അപ്പോൾ അവിടെ മെൻ ആർ ഗെറ്റിംഗ് എഫക്റ്റഡ് മോർ. What do you think about it? I mean, have you seen such situations? I have. I mean, ഇതിൻ്റെ ഒരു സ്മോളസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കത് നോക്കുന്നത്. ഇപ്പോൾ PE പീരീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്കൂളിലൊക്കെ, നമുക്ക് കളിക്കാനായിട്ട് പുറത്ത് പോകുന്നത്. ആ സമയത്ത് മിക്ക പെൺകുട്ടികളും പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കും. ബിക്കോസ് അവർക്ക് വെയിലത്ത് ഇറങ്ങണ്ടാത്തതുകൊണ്ട്. പീരിയഡ്സ് ആയിരിക്കും, ഒന്നും ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഈ പറയുന്ന ബീങ് എ വുമൺ, ബീങ് എ ഗേൾ അത് യൂസ് ചെയ്യാണോ എന്ന് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ജഡ്ജ് ചെയ്യേണ്ട ഒരു സാധനമല്ല. ബട്ട് ലൈക്ക് യു സെഡ്,
എല്ലാ കാര്യങ്ങൾക്കും ലോകത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കോട്ട സിസ്റ്റം, നമുക്ക് കോട്ടാസ് ഉണ്ട്, അതിനെ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നില്ലേ. അതുപോലെ തന്നെ റിസർവേഷൻ, സ്ത്രീകൾക്കുള്ള പരിഗണന, എല്ലാ കാര്യങ്ങളും ഒരു പരിധി കഴിയുമ്പോൾ ആൾക്കാരെ മിസ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യേണ്ട ആൾക്കാരെ എവിടെയാണെങ്കിലും, അത് എന്ത് കാര്യമാണെങ്കിലും അവരത് മിസ്യൂസ് ചെയ്തിരിക്കും. പക്ഷെ അത് എല്ലാ സ്ത്രീകൾക്കും അതുകൊണ്ട് അവരുടെ റൈറ്റ്സ് എടുത്ത് കളയണം, അല്ലെങ്കിൽ അവർക്കിപ്പോൾ കൊടുക്കുന്ന പരിഗണന കൊടുക്കരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ എംപവേർഡ് ആണ്, എനിക്ക് ആ പ്രിവിലേജ് വേണ്ട. ഇപ്പം എനിക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യാനുള്ള ഇത് തരണ്ട, എനിക്കൊരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു മുൻഗണന തരണ്ട. പക്ഷേ എനിക്ക് പിന്നാലെ വരുന്ന ഒത്തിരി സ്ത്രീകൾക്ക് അത് ആവശ്യമുണ്ട്. സോ ഐ കാൺ സിറ്റ് ഹിയർ ആൻഡ് മേക്ക് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ മതി, ഇനി ആർക്കും ഒന്നും കൊടുക്കണം, മിസ്യൂസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ട എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അത്രയും പോലും ശബ്ദമില്ലാത്ത എത്ര പേരുണ്ട്. അപ്പോൾ ഐ കാൺ ടേക്ക് അവേ. സോ ഇറ്റ് ഇസ് നോട്ട് മൈ പ്ലേസ്. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ബീയിങ് കൺസിഡറേറ്റ് ടു വൺ അനദർ, ബട്ട് ഓൾസോ പോയിന്റിങ് ഔട്ട്. നമ്മളൊരു തെറ്റ് കാണുമ്പോൾ അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പറയുക, ദിസ് ഇസ് നോട്ട് ഫെയർ എന്നുള്ളത് പറയാനും ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഐ എം ട്രൈങ് ടു ഹിറ്റ് എ ബാലൻസ്, ബട്ട് ഇറ്റ്സ് വെരി ട്രിക്കി. കാരണം ഇപ്പം പലരും പറയും അലിമോണി കിട്ടാനൊക്കെ ഹാരാസ്മെൻറ്റ്, ഇപ്പം ഒരുപാട് ലോയേഴ്സൊക്കെ ഫ്രണ്ട്സായിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, അവർ തന്നെ പറയും നമുക്കൊരു ഹാരാസ്മെൻറ്റും കൂടെ ഫയൽ ചെയ്തതിൻ്റെ കൂടെ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഫേവറബിൾ ആയിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്ന കേൾക്കാം. അപ്പം അതൊരു മിസ്യൂസ് ആണ്. പക്ഷെ നേരെ മറിച്ച് ഹസ്ബൻഡാണ് പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇനി വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവരുടെ നല്ല കുറേ വർഷങ്ങൾ പോയി. ഇനിയിപ്പോൾ അവർക്ക് അലിമോണി കിട്ടിയില്ലെങ്കിൽ അവർ വഴിയാധാരമായി പോകും ടെക്നിക്കലി. അപ്പോൾ സോ ഇത് നമ്മൾ മിസ്യൂസ് എവിടെയാണ് നമ്മൾ ഈ ലൈൻ ഡ്രോ ചെയ്യുക? ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. സോ ഞാൻ പലപ്പോഴും എന്താ പറയുക, പുറത്ത് കാര്യങ്ങളിലുള്ള എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കുറവാണ്. എനിക്കൊരു ഒപ്പീനിയൻ പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അത് എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഡീപ്പാണ്. ആൻഡ് ഓൾസോ ഐ ഹാവ് സർട്ടൻ ഒപ്പീനിയൻസ്, ബട്ട് ഐ എം ലിറ്റിൽ സ്കെയർഡ് ടു കം ഔട്ട് ഇൻ ദ പബ്ലിക് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. കാരണം ഒന്ന്, ആൾക്കാരെ വളച്ചു പിടിക്കുന്നതുകൊണ്ട്, രണ്ട്, പലപ്പോഴും ഇതിൻ്റെ ഗ്രാവിറ്റി ഫുള്ളായിട്ട് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഒരു സ്ഥലത്തിരുന്ന് ഒപ്പീനിയൻ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സ്പെഷ്യലി വെൻ യു ഹാവ് ദിസ് വെരി സ്ട്രോങ് സോഷ്യൽ മീഡിയ അറൗണ്ട്. അതെ അതെ. പിന്നെ ഞാനും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പം ഇപ്പോൾ പറയുന്നതായിരിക്കില്ല 10 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഐ വുഡ് റാദർ ബി സംബഡി ഹു ചേഞ്ച് കളേഴ്സ് ബിക്കോസ് ഐ വോണ്ട് ടു ഇവോൾവ് ആസ് എ പേഴ്സൺ. അപ്പം ഐ ഡോണ്ട് മൈൻഡ് ഇവോൾവിങ്. 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഒരു ഒപ്പീനിയൻ എന്താണോ അത് വരട്ടെ. അതിനുള്ളൊരു ഇത് അഭിപ്രായം മാറ്റി പറയുന്നതിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ നമ്മുടെ ഫണ്ടമെന്റൽസ് അതിനർത്ഥം നമ്മൾ ഇന്ന് പറയുന്നത് അങ്ങനെ നാളെ മാറ്റി പറയാന്നുള്ളത്. ഐ ഫീൽ ലൈക്ക് നമുക്കൊരു ഫൗണ്ടേഷൻ വേണം ആസ് ഹ്യൂമൻ ബീയിങ്സ്, ആസ് ഇൻഡിവിജ്വൽസ് ഇൻ ദി സൊസൈറ്റി. പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. തെറ്റും ശരിയും മാറിക്കൊണ്ടിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്, ലൈക്ക് ആൾക്കാർ അങ്ങനെ മാറുന്നതിന്. പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ പറഞ്ഞാന്ന് ഓർക്കുന്നുണ്ട്, നമ്മൾ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിരുന്നാൽ അതൊരു കനാലായി മാറും. അതെ. സോ യു ഹാവ് ടു കീപ് ഫ്ലോട്ടിങ് എന്ന് പറയുന്നത്. അതെ, കാരണം എനിക്ക് ഒരു സമയത്ത് ഭയങ്കര ഒരു മെൻ ഹേറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ 80% ഫ്രണ്ട്സും ആൺ സുഹൃത്തുക്കളാണ്. എന്നാലും അവരല്ലാത്ത ബാക്കി എല്ലാവരോടും എനിക്കിങ്ങനെ ദേഷ്യം എന്നൊക്കെ ഒരു ടൈം ഉണ്ടായിട്ടുണ്ട്. എനി പർട്ടിക്കുലർ റീസൺ? നോ, നോട്ട് റിയലി. പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ന്യൂസുകളും നടക്കുന്ന ഹാരാസ്മെന്റും ഈ വയലൻസും എല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് മെൻ ബീങ് മെൻ എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ടായി. അപ്പം ബട്ട് സോ ഐ എം ജസ്റ്റ് കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റിംഗ് മൈസെൽഫ്. അതിന്റെ പല വശങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയാണ്, അറിയാൻ. അതിൽ മാറ്റം വന്നിട്ടുണ്ടോ ആ കാഴ്ചപ്പാടിൽ? ഉണ്ട്, ഓൺ ആൻഡ് ഓഫ് അത് വരും. പക്ഷെ ചില സമയത്ത് ഞാൻ പറയുകയും ചെയ്യും, പിന്നെ ആണുങ്ങളല്ലേ എന്നുള്ളൊരു സാധനം എനിക്ക് വരികയും ചെയ്യും. എൻ്റെ കൂടെ 10 ആണുങ്ങൾ ഇരിക്കായിരിക്കും, പക്ഷെ അവർക്ക് എന്നെ അറിയാം. ആൻഡ് അവർക്കറിയാം ഈ പറയുന്ന ആണുങ്ങളിൽ അവരില്ലാന്നും അവർക്കറിയാം. പക്ഷെ എന്നാലും സംടൈംസ് ദേ ഓൾസോ ഗെറ്റ് ഡിഫെൻസീവ്, ലൈക്ക് എസ് വൈ ഡിഡ് യു സേ ദാറ്റ് ഓർ വേർ ഇസ് ദിസ് കമ്മിങ് ഫ്രം. അങ്ങനെ വി ഹാവ് എ ഡിസ്കഷൻ. സോ നമുക്ക് അതിനുള്ളൊരു സേഫ് സ്പേസ് ഉള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇവോൾവ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാൽ സ്റ്റക്കായി പോവും അവിടെ. ഞാൻ എസ്റ്ററിനൊരു 100 രൂപ തരാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന രീതിയിൽ അതിനെ എങ്ങനെയായിരിക്കും എസ്തർ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 100 രൂപ എന്തിനു വേണ്ടിയിട്ടാ? ജസ്റ്റ് ഒരു 100 രൂപ നമ്മൾ തരുന്നു, അല്ലെങ്കിൽ 1000 രൂപ 100 രൂപയിൽ പിടിക്കാം. 100 രൂപ കയ്യിൽ തരുന്നു. അപ്പം നമ്മൾ ഇത്ര രൂപ ഇന്നതിന് വേണ്ടി, ഇത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, ഇത്ര രൂപ ഞാൻ തന്നെ ഇത് തരുന്നല്ല. ബട്ട് ഹൗ വിൽ യു സ്പ്ലിറ്റ് ഇറ്റ് wisely as a woman so that it can help somebody who is earning also? അയ്യോ, അത് ഭയങ്കര ട്രിക്കി. കാരണം ഫസ്റ്റ് തിങ് ഐ വിൽ തിങ്ക് ഓഫ് ഇസ് ഗോ ബൈ സം ഫുഡ് ആൻഡ് ദെൻ ഐ വിൽ സിറ്റ് ഇൻ എ കോർണർ എന്നാണ്. പക്ഷെ ഫൈനാൻഷ്യലി എപ്പോഴും ആലോചിക്കുമ്പോൾ 10% ഷുഡ് ഓൾവേസ് ഗോ ടു സേവിങ്സ്. അതാണ് എസ്റ്ററിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കഴിവ് തെളിയിക്കാൻ പോകുന്നത്. അയ്യോ, അത് അറിയും. അയ്യോ, അത് ഇല്ല. കാരണം നമ്മൾ 100 രൂപ എന്ന് പറയുന്നത് ഇസ് എ സ്മോൾ എമൗണ്ട്, ബട്ട് സ്റ്റിൽ ഓൾവേസ് ഐ ഫീൽ എന്ത് ഞാൻ ഏൺ ചെയ്താലും അതിൻ്റെ 1% വിൽ ഗോ ടു മൈ സേവിങ്സ്. അത് അപ്പം 100 രൂപയാണെങ്കിൽ അതിൻ്റെ 10%, 10 rupees വിൽ ഗോ ടു മൈ savings, and the rest 50% will go to the major expenses. പിന്നെയുള്ള ബാക്കി we have 40%, right?
സോ ഈ മേജർ എക്സ്പെൻസിനകത്ത് നമ്മുടെ താമസം, ഭക്ഷണം എന്നുള്ള സാധനങ്ങൾ വരും. ബട്ട് ഈ പറഞ്ഞ 100 രൂപയിൽ നമ്മൾ എങ്ങനെ താമസം ഭക്ഷണം ഒക്കെ സെറ്റ് ചെയ്യും? ഐ എം ജസ്റ്റ് സേയിങ് ഈ 100 രൂപ ഒരു വലിയൊരു കാര്യത്തിന്റെ ഷോർട്ടർ വേർഷൻ ആണെങ്കിൽ ഷോർട്ടർ വേർഷനാണ്. 10%, ഓക്കെ, 100%-ൽ 10% നമ്മൾ സേവിങ്സിൽ പോകും, 50% നമ്മൾ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. സ്പെൻഡിങ് ഇസ് ഓൺ അവർ മേജർ എക്സ്പെൻസ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. ഓക്കെ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. അപ്പോൾ ബാക്കിയുള്ള 40%? 40%, 20% ഇസ് ഗോയിങ് ടു ബി യുവർ മിസ്ലീനിയസ് കാര്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും വരുമല്ലോ, പെട്ടെന്നൊരു എമർജൻസി, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, എമർജൻസി. പിന്നെ 20? പിന്നെ 20 is for anything that you would like to spend on yourself. Okay. 20 rupees just go buy a sip up and അതും കുടിച്ച് കുറച്ച് ലക്ഷറിയും കൂടി ഇരിക്കട്ടെ. നമ്മൾ സെൽഫ് പാമ്പറിങ്, ലക്ഷറി വേണ്ട, സെൽഫ് പാമ്പറിങ്. ആസ് എ വുമൺ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ഗ്രൂ അപ്പ് ഇൻ വെരി ലൈക്ക് സാക്രിഫൈസ് ചെയ്യണം, എല്ലാവർക്കും വേണ്ടി ക്ഷമിക്കണം, സഹിക്കണം. സ്ത്രീ അമ്മയാണ്. ഇറ്റ്സ് നൈസ് ടു റീഡ് ഓൾ ദോസ്. പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പം നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ അതൊക്കെ ഒരു രസം. അത് നമ്മൾ വൺസ് യു സ്റ്റാർട്ട് ഇൻഡൾജിങ് എ ലിറ്റിൽ ബിറ്റ് ഇൻ ദോസ് തിങ്സ് ഐ തിങ്ക് യു വിൽ റിയലി ലൈക്ക്. എന്തെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഭാവിയിൽ? മേ ബി ഇപ്പോൾ ഫിനാൻഷ്യലി കുറേയും കൂടെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു ഡു ദിസ്, അല്ലെങ്കിൽ ടു ദ സൊസൈറ്റി, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ? അത് ഇപ്പോഴാണെങ്കിലും ഞാൻ ചെയ്യും. എനിക്ക് എന്തെങ്കിലും വെൻ ഐ കം അക്രോസ് സംതിങ് ദാറ്റ് ഐ ഡു കോൺട്രിബ്യൂട്ട് ഇൻ ടു ഇറ്റ്. ഇപ്പം നാട്ടിലാണെങ്കിലും പോകുമ്പം ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു ടീനേജിലുള്ള ഒരാൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നു. വലിയ ചെറിയ ഫാമിലിയിൽ നിന്നാണ്. പീപ്പിൾ ആർ ഓൾ ട്രൈങ് ടു കോൺട്രിബ്യൂട്ട്. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ അത് കോൺട്രിബ്യൂഷൻ ഭയങ്കര കുഞ്ഞാണെന്ന് തോന്നി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഒരുപാട് പൈസ കൊടുത്തു എന്നുള്ളതല്ല. ബട്ട് ഐ ട്രൈ ടു ആരും അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യാൻ തോന്നും എപ്പോഴും. അപ്പം അങ്ങനെ എവിടെ ന്യൂസ് കണ്ടാലും ഇപ്പം നമ്മളാണെങ്കിലും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പം ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഈ ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസൊക്കെ കാണും. അത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും മോണിറ്ററി കോൺട്രിബ്യൂഷൻസ് ചെയ്യും. പിന്നെ അല്ലാതെ if somebody is coming to me and wants to talk to me about something, I'm more than happy to sit down and talk. അതിങ്ങനെ സിനിമ അല്ലെങ്കിൽ ഫൺ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കരിയർ ആണെങ്കിലും അവർക്ക് എന്ത് ഡിസ്കസ് ചെയ്യണമെന്നാണെങ്കിലും ഞാൻ ബാഹിരിക്കും, നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് സംസാരിക്കാറുണ്ട്. സോ അത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കോൺട്രിബ്യൂഷൻ, അങ്ങനെ ഭയങ്കര ലൈഫ് ചേഞ്ചിങ് സംഭവമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ദാറ്റ്. ഇപ്പം നമ്മളൊരു 5000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഐ വുഡ് ലൈക്ക് ടു കോൺട്രിബ്യൂട്ട് മോർ. അതിൻ്റെ ഒരു 5 ലക്ഷം 80,000 അങ്ങനെ വലിയ വലിയ മൾട്ടിപ്ലൈ ആവണേ എന്നാണ് ഞാൻ എപ്പോഴും ലൈഫിൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എസ്തറിന്റെ കയ്യിലുള്ള പെട്ടെന്ന് തോന്നിയത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം എന്തായിരിക്കും? ഞാനിത് അപ്പം ചോദിക്കേണ്ട ചോദ്യം, പക്ഷെ ഇപ്പം ചോദിക്കാം, പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു കോച്ചിൻ്റെ. ദാറ്റ് വാസ് ലൈക്ക് ഒരു 32,000. അതാണ്. അല്ല, ഫോണൊക്കെ അതിൽ എക്സ്പെൻസീവ് ആട്ടോ. എന്റെ കാറും എക്സ്പെൻസീവാണ്. ഞാൻ കാറും ഈ അടുത്ത് മേടിച്ചു. ദാറ്റ് ഈസ് ഓൾസോ എക്സ്പെൻസീവ്. അതൊക്കെ ആയിരിക്കും. അതൊക്കെ മെയിൻലി ഡ്രൈവ് ചെയ്യാനും കാർസും അതൊക്കെ ഇഷ്ടമുള്ള. കാർസൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് വണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ടേക്ക് യു ഫ്രം വൺ പ്ലേസ് ടു വൺ പ്ലേസ് കംഫർട്ടബിൾ ആയിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഈ ട്രാവലിംഗ് ലോട്ട് ഓൾസോ. അപ്പോൾ ഡ്രൈവ് ചെയ്യാനും ഞാനാ യൂഷ്വലി ഡ്രൈവ് ചെയ്യാറ്, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താൽ വരാറ്. അതുകൊണ്ട് എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ക്രേസ് ഒന്നുമില്ല എനിക്ക് ഈ വണ്ടി എടുക്കണം. ഇത് ഒന്നാമത് ഈ വണ്ടികളെ പറ്റി അങ്ങനെ നന്നായിട്ട് അറിയില്ല. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം, ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. എസ്തർ ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഡെയിലി റൂട്ടീൻ ആൻഡ് സ്കിൻ കെയർ. എനിക്കിപ്പം ഒട്ടും നല്ല സ്കിന്നായിട്ടല്ല ഇരിക്കുന്നത്. ഐ ഹാവ് ഹ്യൂജ് ഹോർമോണൽ ഇംബാലൻസ്. ബിക്കോസ് ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് എൻ്റെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഭക്ഷണം, എസ്പെഷ്യലി പേസ്ട്രീസ് ആൻഡ് ചീസ് കേക്ക്സ് ആൻഡ് ഓൾ ദാറ്റ്. നമ്മൾ കഴിച്ചിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? അത് പാരമ്പര്യം കൊണ്ട് തടിയായിട്ട് വെക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ നല്ല ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, കുരുക്കളൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ റൊട്ടീൻ ഇസ് മെയിൻലി എൻ്റെ ഡെർമാറ്റ് സജസ്റ്റ് ചെയ്ത മരുന്ന് രാവിലെ തേക്കുന്നു, മോയ്സ്ചറൈസർ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫുഡാണ് മെയിൻലി, ഡയറ്റാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് സംഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രൈ ടു ഈറ്റ് ക്ലീൻ, ലെസ് ഫ്രൈഡ് ഫുഡ്. ഐ ഹാവ് ടു കുറയ്ക്കുക. ഫുഡിയായിട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അതാണ് വേറെ പ്രശ്നം. കൺട്രോൾ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക എന്നുള്ള കുറേ സാധനം കുറയ്ക്കണം. ഐ എം ട്രൈങ് ടു ലൈക്ക് മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മോസ്റ്റ്ലി ഇറ്റ്സ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഡയറ്റ്. ബാക്കിയൊക്കെ സ്കിന്നൊക്കെ തന്നെ നന്നായിക്കോളും എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് മൈ റൂട്ടീൻ. ഡെയിലി റൂട്ടീനിൽ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങളുണ്ടോ? ഐ നോ യു ആർ ട്രാവലിംഗ്, അത് ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള ഇപ്പൊ റിലീസിനോട് അടുത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ തിരക്ക്. മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ല. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും എനിക്കൊരു 8 മണിക്കൂർ സ്ലീപ്പ് എൻ്റെ ഒരു ലക്ഷറി ആണ്. പക്ഷെ അത് ലക്ഷറി അല്ല, അത് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് ആണ്. എനിക്ക് എങ്ങനെ ഉറങ്ങിയാലും എനിക്കൊരു 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ സ്ലീപ്പ് ഐ ട്രൈ ടു സ്ലീപ്പ് ഫോർ 8 hours. പിന്നെ ഐ വേക്ക് അപ്പ് മോസ്റ്റ്ലി മൈ പ്രോട്ടീൻ ഷേക്ക് ഇൻ ദ മോർണിംഗ്.
ആൻഡ് ദെൻ ഐ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ TV. ഐ വാച്ച് സംതിങ്. ഒരു വൈകുന്നേരം വരെ അതിൻ്റെ മുമ്പിൽ ഇരിക്കും. ഓൾസോ ബിക്കോസ് ഇപ്പം പേരൻസ് കുറച്ച് ബിസി നാട്ടിലായോണ്ടാട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ആളും തിരക്കൊക്കെ ഉണ്ടാവും വീട്ടിൽ. എന്നിട്ട് എന്താ ഫ്രണ്ട്സായിട്ട് പുറത്തിറങ്ങുന്നു, ഒരു ചായ കുടിക്കുന്നു, കുറച്ചേരം ഇരിക്കുന്നു, സംസാരിക്കുന്നു, കാർഡ്സ് ഒക്കെ കളിക്കുന്നു, തിരിച്ചു വരുന്നു, കിടക്കുന്നു. ദാറ്റ്സ് ഇസ് മൈ ലൈഫ്. ദൃശ്യം 1, 2, 3 മൂന്നിലും ഉണ്ടായിരുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം. വാട്ട് ഡിഡ് ദൃശ്യം ടീച്ച് യു? സോ ലൈക്ക് ഐ സെഡ്, ദൃശ്യം ചേഞ്ച് എവറിത്തിങ് അബൌട്ട് മൈ ലൈഫ്. കാരണം ഞാൻ ഇപ്പം ആലോചിക്കുമ്പം എൻ്റെ ലൈഫിൽ എഴുതപ്പെടാൻ പോകുന്നത് മൈ ലൈഫ് ബിഫോർ ദൃശ്യം ആൻഡ് മൈ ലൈഫ് ആഫ്റ്റർ ദൃശ്യം. കാരണം ദൃശ്യം ഇസ് ഒരു പോയിന്റാണ്, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ജങ്ചറായിട്ട് മാറുകയാണ്. എവറിത്തിങ് ചേഞ്ച്ഡ്. അത് കൂടുതൽ പൈസ വന്നു, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായി, ഒരുപാട് എക്സ്പോഷർ ഉണ്ടായി. മലയാളം, തമിഴ്, തെലുങ്ക് വേറെ വേറെ ലാംഗ്വേജിലേക്ക് പോയി. ആൾക്കാരുടെ ഒരു അപ്രീസിയേഷൻ, അക്സെപ്റ്റൻസ് കിട്ടി പല ലാംഗ്വേജിലും. അപ്പോൾ ആ ചെറിയൊരു പ്രായത്തിൽ ഐ വാസ് ലെറ്റ്സ് സേ 9th grade or 8th grade സംതിങ്. അപ്പം അത് ലൈഫിനെ വല്ലാതെ മാറ്റി. ഇന്നിപ്പോൾ ഈ പറഞ്ഞില്ല, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൃശ്യത്തിന് വലിയൊരു പാട്ടുണ്ട്. കാരണം അത് എല്ലാം മാറ്റി, ലൈഫിനെ അങ്ങനെ അടിമുടി മാറ്റി. ഇന്നും ആൾക്കാർ ദൃശ്യം കൊണ്ടാണല്ലോ ഓർത്തിരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഞാൻ അതിനെ ദൃശ്യം സിനിമ ലൈഫിൽ തന്നതിനേക്കാൾ കൂടുതൽ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ, എൻ്റെ സിനിമയുടെ പുറത്തുള്ള പ്രൊഫഷണൽ ലൈഫിലാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്, എന്നെ ഞാനാക്കാനായിട്ട് മാറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ലാൽ സാറിൻ്റെ കൂടെ ചെയ്തു. അന്നത്തെ ഉത്തരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ അതവിടെ ഇരിക്കട്ടെ. കമൽ സാറിൻ്റെ കൂടെ ചെയ്തു, വെങ്കടേഷ് സാറിൻ്റെ കൂടെ ചെയ്തു. ഇവർ 3 പേരുടെയും യുണീക്കായിട്ട് എസ്തറിന് തോന്നിയ ഒരു കാര്യം എന്താ? 3 പേരുടെയും So they're unique in their own ways. For me, Venki uncle is very super sweet, super cool, super stylish. അങ്ങനെ ഒരു നമ്മൾ ശരിക്കും സിനിമയിൽ കാണുന്ന ഒരു സ്റ്റൈൽ സൂപ്പർ ഐക്കൺ ആരായിരിക്കും, അതുപോലെയാണ് വെങ്കി അങ്കിൾ റിയൽ ലൈഫിൽ. ഒരു കൂൾ ഡാഡ്, കാണാനും നല്ല ഭംഗി, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വെങ്കിടേഷ് സർ. കമൽ അങ്കിൾ ഇസ് വെരി ഇൻ്റലിജൻറ്റ്. അദ്ദേഹത്തിന് ഒരുപാട് അറിയാം. സിനിമ ഒരു ക്രാഫ്റ്റ് എന്ന നിലയിൽ നമ്മളൊരു ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറയുന്നത്, സംബഡി ഹു was known so much about this whole thing എന്നുള്ളതാണ്. ബിക്കോസ് അതെ ഹീ സ്റ്റാർട്ടഡ് ഓഫ് വെരി യങ്, ചെറിയൊരു പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്തു. പല ലാംഗ്വേജ്, പല നാടുകളിൽ പോയി, പല സിനിമ എക്സ്പേർട്സ്, സിനിമ എന്നല്ല ഈ അടിമുടി പഠിച്ച ഒരാള്, അദ്ദേഹത്തിന് അത്രയും അറിയാം ഇതിനെപ്പറ്റി. അതെല്ലാം സമ്മറൈസ് ചെയ്ത് ആ ഒരു വ്യക്തിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഐ തിങ്ക് യു വിൽ നീഡ് സോ മെനി ഇയേഴ്സ് വിത്ത് ഹിം. അതിന്റെ ഒരു പകുതിയല്ല, അതിന്റെ ഒരു ശതമാനം നമുക്ക് കിട്ടണമെങ്കിൽ. Absolutely. Wikipedia. Absolutely. So for me that is him. I'll always look up to him like okay, ഒരുപാട് അറിവുള്ള ഒരു പ്രൊഫസർ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തീസിസ് ഒക്കെ എഴുതി PhD ഒക്കെ എടുത്ത ഒരാളെന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. ലാൽ അങ്കിൾ ഇസ് മാജിക്. അത് അങ്ങനെ ഒരു വ്യക്തിയോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റോ ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലാണ് വരിക സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. ഫോർ മീ ഹീ ഈസ് എ ഫീലിംഗ്, ഹീ ഈസ് എൻ ഇമോഷൻ. അത് ഞാൻ പറഞ്ഞു അത് എക്സാജറേഷൻ ആയി പോകുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ അതൊരു അൺഎക്സ്പ്ലെയിനബിൾ ഫീലിംഗ് ആണ്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ, കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ചോദിച്ച സമയത്തും എൻ്റെ അടുത്ത് ആരെയാ മോൾക്ക് ഏറ്റവും ഇഷ്ടം, എത്രയും പേരുടെ അഭിനയിച്ചിട്ട് എനിക്ക് ലാലങ്കലിനെ ഇഷ്ടം പറഞ്ഞു. ഇപ്പോഴും അതെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതൊരു ഫാനിൽ നിന്ന് ഒരുപാട് വർഷം വർക്ക് ചെയ്ത്, ഒരുപാട് പ്രാവശ്യം വർക്ക് ചെയ്തപ്പം അതൊരു പ്രൊഫഷണൽ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അവരിലൊരു ഇഷ്ടം ഉണ്ടാക്കുമല്ലോ. ആ സമയത്ത് ഞാൻ കൂടുതലും ഒരു ഫാനായിട്ടായിരുന്നു ലാൽ അങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വർക്ക് ചെയ്തതിൽ നിന്നും for me is one of the finest, and I would like to work with him in more and more projects. I would love to, because he is a treat to work with. അത്രയും നല്ലൊരു എനർജിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇനി ഒരു ചോദ്യം, അത് ഇവിടുന്ന് എനിക്ക് കിട്ടിയ ചോദ്യമാണ്. ഇത്തവണയെങ്കിലും കണ്ടുപിടിക്കുവോ? എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമോ എന്നുള്ളതാണ് ചോദ്യം. കുസൃതി ചോദ്യമാണ്. ബട്ട് സ്റ്റിൽ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3 with lot of expectation. I think you will have the correct answer on May 21st. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. പക്ഷെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം കൂടിയാണല്ലോ, ഈ പറയുന്ന പോലെ അവർക്കും അറിയാം അവരുടെ മോനെ. Did you watch it dubbing ടൈമിലും ആ സമയത്തൊക്കെ കണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം എക്സൈറ്റ്മെന്റ് അല്ലേ? ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡബിങ്ങിനൊന്നും കാണുന്ന പോലെ ആയിരിക്കില്ല. ഫൈനൽ വരുമ്പം മ്യൂസിക്കും അതിന്റെ എല്ലാ ആക്ടിങ് എല്ലാത്തിന്റെയും ഫൈനൽ പ്രോഡക്റ്റ് ആണല്ലോ തിയേറ്ററിൽ ആ വലിയ സ്ക്രീനിൽ കാണും, അതും ആൾക്കാരുടെ കൂടെ. അപ്പം ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നിങ്ങൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ എക്സൈറ്റ്മെന്റ്, ഞാൻ എന്താണ് ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്. ഇത്ര വലിയ അത് എനിക്ക് തോന്നുന്നു ലാൽ സാറിന് പറഞ്ഞിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിന് കിട്ടിയ ഒരു റീച്ച് അല്ലേ, ഇറ്റ്സ് ഹ്യൂജ്. സോ ഗ്ലോബലി ആളുകൾ മലയാളം സിനിമ എന്ന് തിരിച്ചറിയാൻ തന്നെ
ഒരു കാരണം I പ്രധാനമായിട്ട് ഈ മൂവി ആയിരുന്നു. അന്ന് എനിക്കൊരു പാട്ട് പാടി തന്നിരുന്നു. ഒരു പാട്ട് ഇന്ന് പാടിത്തരുമോ? അയ്യോ, ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു പാട്ട്. എനിക്ക് അന്ന് പാടിയ പാട്ട് തന്നെ പാടിയാൽ മതിയോ? എന്നാലും മതി. അയ്യോ, എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര വർഷം കഴിഞ്ഞ്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എനിക്ക് തോന്നുന്നു 8 വയസ്സുണ്ടാവും. കറക്റ്റ് എന്റെ മൂത്ത മോളെ. പാട്ട് പാടണോ? ശ്രമിക്കാം. അന്നത്തെ പാട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. അന്ന് പാടുമ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ പാടാം. അതെ, റെഡിയാണ്. ഇത് ഞാൻ പാടാറില്ല, എന്നാലും ഇത് ഞാൻ അഭിനയിച്ച സകുടുംബം ശ്യാമള എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഉർവശി ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്ത പാട്ട്. കണ്ണും നീട്ടി വരുമോ നീ കണ്ണാ എൻ്റെ അരികിൽ, കണ്ടോ കുഞ്ഞു പുഴയിൽ പൂവെണ്ണ തിങ്കളഴകിൽ, ഒഴുകി വരികയാണോ വഴുതി വീണതാണോ, അവനു പനി വരാതെ വേഗം കരയിലിട്ടിടാമോ. താങ്ക് യു. അത്രയും ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ പഠിക്കണ്ടായിരുന്നില്ലേ? പഠിക്കണ്ടായില്ല. ഇല്ല ഡാൻസ് ഞാൻ ഓർക്കുന്നുണ്ട്, ഫോക്ക് ഡാൻസ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഇല്ല, ഞാൻ ആ വീഡിയോ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഒന്നുകൂടെ കാണായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മോഡുലേഷൻ ഒക്കെ ഉണ്ട് പാട്ടിന്. എന്തൊരു കോൺഫിഡൻസ് ആയിരുന്നു ഈ കുട്ടിക്കുന്നത്, ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. സോ യു വർ സിംഗിങ് വെരി വെൽ. ആ ഒരു പേടിയോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് കുറച്ചുകൂടി ഒരു നാണവും ചമ്മലൊക്കെ കുറവല്ലേ? വെൻ ഐ ലുക്ക് അറ്റ് യു, വെരി ഓണസ്റ്റ്ലി ഐ എം ടെല്ലിങ് യു, എൻ്റെ മോള് ഇപ്പം ഞാൻ പറഞ്ഞ 8 വയസ്സാണ്, മൂത്ത ആള്, രണ്ടാമത്തെ ആള് 7 വയസ്സ്. സോ വെൻ മൈ ചിൽഡ്രൻ ഗ്രോ അപ്പ്, I want them to, have a kind of perspective like you. I'm telling this very honestly. That is so as a mother, എൻ്റെ മക്കൾ വലുതാകുമ്പോൾ എനിക്ക് ഇതുപോലെ സംസാരിക്കാനും ഇതുപോലെ സത്യസന്ധമായി ജെന്യുവൻ ആയിട്ട് മാറുന്ന സ്ത്രീകളാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. That is such an honor. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. I really hope I love girl children. എനിക്ക് ആഗ്രഹം ഒരു 3-4 പെൺകുട്ടികൾ വേണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. Because I adore baby girls and women in general, so I really hope they turn out to be like really fine kids. I'm sure like they're already good kids and ഒരു നിമിഷം പോലും അതിൽ കാരണം വെച്ചാൽ ഒരു നിമിഷം പോലും ഒരു വാക്കിൽ പോലും കലർപ്പില്ല. Very genuine, very honest. Just be like this forever. Be like this. Thank you. And thank you so much for being here. ഞാൻ വിളിച്ചപ്പോൾ തന്നെ എസ്തറ ഇന്റർവ്യൂ, പണ്ടത്തെ ഇന്റർവ്യൂവിൽ നമുക്ക് അതുപോലെ ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. You came to me. That is really amazing. Thank you so much. Thanks again and all the very best for your show. Thank you. The show that is going to come on 21st. We are all waiting. Thank you very much. Thank you, dear.